നിന്ന് അരൂരിൽ നിന്ന് കയറിയപ്പോൾ കണ്ടൊരു ബസ്സിനകത്ത് കുറേ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ തോന്നുന്നു. പുതിയ വർഷമൊക്കെ അല്ലേ, അപ്പം എല്ലാവരും അതിനകത്ത് കോട്ട്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരാളുടെ കോട്ട്സ് മാത്രമേ ഞാൻ അതിനകത്ത് കണ്ടുള്ളൂ. എൻ്റെ കയ്യിൽ പേന ഉണ്ടായിരുന്നില്ല, സോ അതുകൊണ്ട് എഴുതി. ചെറിയ ഔട്ടിങ്ങിന് പോയിട്ട് വരാം. നമ്മുടെ അഞ്ചൂട്ടൻ മറൈൻ ഡ്രൈവിൻ്റെ അവിടെ വരാമെന്നാണ് പറഞ്ഞത്. ഞാൻ അവളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. പോസ്റ്റ് തരൽ അവൾക്കൊരു മെയിൻ ഹോബി. പിന്നെ അവിടെ ഒരുപാട് പേരുണ്ടായതുകൊണ്ടും എനിക്കിത്ര ബോറടിച്ചൊന്നുമില്ല. ഞാൻ എല്ലാവരുടെ വായിട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഫൈനലി ആരാണ് വരുന്നതെന്ന് നോക്കൂ. അങ്ങനെ കുറച്ചധികം നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അവൾ ഇവിടെ. പിന്നെ എന്താ കുറേ നേരം വർത്താനം പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് അതിലേക്കടെ നടന്ന്. പണ്ട് നമ്മൾ വീക്കെൻഡിലൊക്കെ എപ്പോഴും വരാറുള്ളൊരു പ്ലേസ് ആയിരുന്നു മറൈൻ ഡ്രൈവ്. ഇപ്പം അങ്ങനെ വരാറൊന്നുമില്ല, വല്ലപ്പോഴും മാത്രമേ ഇങ്ങോട്ടേക്ക് വരാം. എന്ത് രസമല്ലേ രാത്രിയിൽ മറൈൻ ഡ്രൈവ് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ ബോട്ടൊക്കെ ലൈറ്റ് സെറ്റിങ്സും എല്ലാം. നമുക്ക് വേണമെങ്കിൽ ബോട്ടിലൊക്കെ കയറാം കേട്ടോ. 100 രൂപ എന്തോ ഉള്ളെന്ന് തോന്നുന്നു 1 അവറിലേക്ക്. അപ്പോൾ നമുക്കിങ്ങനെ കായലൊക്കെ ഫുള്ള് ചുറ്റിക്കണ്ട് ഇങ്ങനെ വരാം. അവിടെ മറൈൻ ഡ്രൈവിൻ്റെ ഗ്രൗണ്ടിൽ ഷോപ്പിംഗ് മേള നടക്കുന്നുണ്ടായിരുന്നു 2025. അപ്പോൾ ജസ്റ്റ് എന്തായാലും അവിടെ വരെ പോയതല്ലേ, ഒന്ന് കണ്ടു കളയാം എന്ന് വിചാരിച്ച് ഞങ്ങളും കയറി എല്ലാ ഷോപ്പിലും. വെറുതെ കയറി ഒന്നും എടുത്തില്ല. ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ കൂടുതലും ഉള്ളത് ഡ്രസ്സിൻ്റെ ഷോപ്സ് ആയിരുന്നു. ലേഡീസ് വെയർസ് ഒരുപാട് ഉണ്ടായിരുന്നു അവിടെ. ഇതെന്താ സംഭവം എല്ലാം കഴിഞ്ഞ് നമുക്ക് വിശക്കുമല്ലോ. അപ്പോഴാണ് ബജിക്കട കണ്ടത്. പോയി നേരെ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം കോളിഫ്ലവർ ബജി. കാലാശ്വാസം നിലയിരിക്കുകയാണ് നമ്മൾ ബജി കഴിച്ചത്. പിന്നെ ഒരു ദോശയും കൂടെ കഴിച്ചു. അപ്പോൾ ഗൈസ് ഇന്ന് ഇത്രയേ ഉള്ളൂ. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.